ഈ കാട് തമ്പിക്ക് ഓക്കെയാ. തമ്പി എന്ത് പിറപ്പ് കാട്ടിയാലും ഉരിയാടാതെ ഇങ്ങനെ മൂരി വിരിച്ചു നിൽക്കും തമ്പിക്ക് കാവലായി. മുള്ളൂർ മല കയറിയിട്ടുണ്ടോ നായര്? ഇല്ല. കയറണം. ഒരു പകൽ മുഴുവൻ നടന്ന് മുകളിലെത്തിയാൽ കാണാം തമ്പിയുടെ സാമ്രാജ്യം. നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന തമ്പിയുടെ കഞ്ചാവ് തോട്ടത്തിന് തുപ്പാക്കിയല്ല കാവൽ, കാടാ. ഈ ഈറ്റ കോൺട്രാക്ട് തമ്പിക്കൊരു മറയാ, വെറും മറ. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും തമ്പിയുടെ ചരക്ക് പെരുമഴ പോലെ ചുരമിറങ്ങും. നീ പോലും അറിയാതെ നിന്റെ ഈറ്റലോടില്ല. എന്താ സംശയമുണ്ടോ? പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നീ എനിക്കൊരു ഇരയേ അല്ല. പക്ഷേ ഇവൻ എനിക്ക് ബോധിച്ചു. നിന്റെ വാറോല വായിക്കാൻ ചുരം കയറി വന്ന ചാവേർ ബലരാമൻ. ഈ നായിന്റെ മോനോട് തിരിച്ചു പോവാൻ പറ. സീസൺ കൊലപ്പിക്കാതെ ചുരമിറങ്ങി വിട്ടോളം പറയവനോട്. ഇല്ലെങ്കിൽ കാട് കത്തുന്നത് കാണുന്നീ. ആദ്യം കുറെ ഡയലോഗ്, പിന്നെ അടി. കാണുന്നവർക്ക് ബോറടിച്ചു തുടങ്ങി. അതുകൊണ്ടൊന്ന് മാറ്റി. ആദ്യം അടി, പിന്നെ ഡയലോഗ്. ഈ ചിറ്റാഴയിൽ വന്നതിന്റെ 3-ാം പക്കം ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. നീ കഞ്ചാവ് വളർത്തിയോ നിധി കുഴിക്കോ എന്താണോ ലായിക്കോ, അതിവിടെ പണിയെടുക്കാൻ വന്ന പാവങ്ങളായ ഞങ്ങളെ മറയാക്കിയിട്ട് വേണ്ട. നീ കാടേ കണ്ടിട്ടുള്ളൂ തമ്പി, നാട് കാണാത്തതിന്റെ കുഴപ്പ. എടാ മനുഷ്യനെ കണ്ടുപിടിക്കടാ. കൂടുതൽ അറിയാണെങ്കിൽ ഇവനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു കൊടുക്കടാ. ഈ ഗുളിക 4 വെച്ചുകൊട. 2 ദിവസം കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് തരാം. ചെല്ലേ. നോക്കി പേടിപ്പിക്കുന്നോടാ ചൊറിത്തവളെ. കയ്യും കാലും കൂട്ടിക്കട്ടിയാൻ കൊക്കയിലെറിയും. വിളിക്കടാ പുളുന്നാനെ നിന്റെ ആദിവാസി അപ്പനെ. ഇന്ന് 2 പിള്ള രാവിലെ തുടങ്ങിയല്ലോ. അച്ഛൻ ഇയാളൊന്ന് ഉപദേശിച്ചൂടെ? ഒന്നുമില്ലെങ്കിലും മാർഗം കൂടിയൊരു ക്രിസ്ത്യാനിയല്ലേ. ഉപദേശിക്കാം. പക്ഷെ ഉപദേശം കഴിയുമ്പോ ഞാൻ ഈ ലോഹി അഴിച്ചു വെച്ച് വാറ്റി തുടങ്ങും. അതാ എനം നമ്മളെ വിട്ടേക്ക്. വല്ലതും പറയാണെങ്കിൽ തന്തയോടെ തൊള്ളയോടെ പറ. അല്ലാണ്ട് ഈ കൊച്ചിനോട് ചാടി തുള്ളിട്ട് എന്തിനാ? ചാടി തുള്ളിയല്ല വേണ്ടത്, ചവിട്ടി അരക്കേ വേണ്ട ഈ വേട്ടാവളിയനെ. എന്റെ കാശ് എത്രയാവും തൊലച്ചതെന്നറിയോ തള്ളക്ക്? ചോര നീരാക്കി മത്തായി ഉണ്ടാക്കിയ വാറ്റ വെള്ളത്തിലിട്ട് കരയിലോട്ട് കയറും. വെള്ളം കയറുമ്പോ കുപ്പിയില്ല, കയറുമില്ല. 1-2 തവണയല്ല തള്ളേ, 3 തവണയായി ഇതാ കളി. എന്റെ കെട്ടിയോട് അരഞ്ഞാനം വിട്ട് ചൊരം കയറിയതാ ഞാൻ. തിരിച്ചിറങ്ങി ചെല്ലുമ്പോ ഉരുപ്പടി അരേ വെക്കണം, അല്ലെങ്കിൽ അവൾ എന്നെ കുരിശ കയറ്റും. അറിയാവോ തള്ള ഏറ്റുപിടിക്കാൻ വന്നിരിക്കും. അതിന് യവനാ ഇത് ചെയ്തെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പല്ലയോ? എന്റെ വാറ്റുപുരയുടെ താഴെ ആറ്റുതീരെ തെവന്ന് തത്തിക്കളിക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടില്ലയോ? ഞാൻ അവിടെ ചൂണ്ടിടാൻ പോയതാ. ചൂണ്ട നിന്റെ മിണ്ടി പോരുത്. ഇവനെ രാമേട്ടനെ കണ്ട അപ്പ ആ പിള്ളച്ചേട്ടൻ നിക്കുന്നിടത്തുനിന്ന് ആവിയാവും. എന്തുവാ അതിന്റെ ഗുട്ടൻസ്? ആത്മബന്ധം കൊണ്ടാവും. ഈ പഴം വേണോ? പഴം വേണോന്ന്? അതെ, അയാള് പറയുന്നതിൽ കാര്യമുണ്ട്. ഇവിടെ ഒരു കള്ളൻ ശരിക്കും കിടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. ഇയാളുടെ വാറ്റ മോഷണം പോയി, എന്റെ ഒരു ഏത്തക്കൊല പോയി, ഈ അപ്പായി ചേട്ടന്റെ 4 കുപ്പി ഹോർലിക്സും 2 ചന്ദ്രിക സോപ്പും. ഇതൊന്നും കൂടാതെ ഏലിയമ്മ ചേട്ടത്തിയുടെ 75 രൂപ, പ്രാഞ്ചിയുടെ കിണ്ടി മുന്തി, ഇതൊക്കെ ഇത്തിരിയും പോന്ന ഈ ചെക്ക അടിച്ചു മാറ്റിയെന്നാ? അല്ലല്ലോ. അപ്പൊ ഈ കോളനി ഒരു കള്ളനുണ്ട്, ഒരു പഠിച്ച കള്ളൻ. முதல்ல அது யாருன்னு கண்டுபிடிக்கணும். இல்லாம இந்த பையன்மேல ஏறி என்ன பிரயோஜனம்? അതുള്ളതാ. കള്ളൻ കപ്പലിൽ തന്നെ ഉള്ളപ്പോ കണ്ടുപിടിക്കാനുള്ളപ്പോ. ഹരി ഓം നാം കാണുന്നു. എന്തുവാ? മലമടക്കുകളിൽ, ഹിമശൃംഗങ്ങളിൽ അവന്റെ കാൽപെരുമാറ്റം നാം കാണുന്നു. തസ്കരൻ, തസ്കര വീരൻ. അവൻ ചില്ലറക്കാരനല്ല,
കൃഷ്ണാവതാരമാണ്, കൃഷ്ണാവതാരം. പിടികൂടാൻ ശ്രമിക്കണ്ട, അവനെ വിട്ടുകളയുക, അതാണ് നല്ലത്. അല്ലെങ്കിൽ നിക്ക, ചതിക്കരുത്. അതെ, ഇവ സാമിയല്ല, നമ്മുടെ ബാർബർ കുട്ടപ്പനാ, ചാലക്കുട്ടപ്പൻ. എന്നോടാണോടാ നിന്റെ കളി? തൊലച്ചു. വിചാരിച്ചോ? നിന്നാ ശരിയാവില്ല. മതി, വിട്ടേക്ക്, എനിക്കൊന്നും പറ്റില്ലെന്നേ. അതേ കിടക്കുന്ന വിശ്വരൂപം. ഇന്നൊരു രാത്രി കൂടെ നിനക്ക് നിന്റെ ഹോസ്റ്റലിൽ നിന്നാ എന്തായിരുന്നു കുഴപ്പം? ഞാൻ നാളെ വന്ന് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞല്ലേ, അല്ലേ? മിണ്ടരുത്. തന്നെ ഇഷ്ടം കാണിച്ചിട്ട് നിന്ന്. എന്താ രാമേട്ട ഇത്? ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? മോൾ ഒരു മണ്ടത്തരം കാണിച്ചു തന്നിരിക്കട്ടെ. ഒരു കുഴപ്പമില്ലാണ്ട് അവൾ ഇവിടെ എത്തിയില്ലേ, പിന്നെന്താ? എത്തി, അത് അവളുടെ മിടുക്കല്ല. ഒറ്റയ്ക്ക് 150 കിലോമീറ്റർ മലയും ചുരവും കയറി ഒരു എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. സോറി, ഇനിയൊന്നും പറയല്ലേ പപ്പ. എക്സാം കഴിഞ്ഞപ്പോ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് ഇവിടെ എത്തണം തോന്നി. അതാ ഞാൻ. കണ്ടോടി, ഗിന്നസ് ബുക്കിൽ കയറാൻ പോകുന്ന അച്ഛനും മോളുവാ. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ രണ്ട് സാധനങ്ങള്? നീ എന്താ നോക്കിക്കണം? മോള് വന്ന് കണ്ടില്ലേ? ആ ചക്കപ്പുഴക്കെടുത്തേ, വാ മോളെ കഴിക്കാം. എനിക്ക് വിശപ്പില്ല. വിശപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം, വന്നേ. വാ. ആ പുഴുക്ക് ചൂടാക്കിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ എങ്ങനെ കുടിച്ചാണ്ടല്ലോ. എടാ, വൈകിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. കഴിഞ്ഞ വർഷം എൽദോഷം കലക്കി കേട്ടോ.